ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കുറെ ദിവസമായില്ല നമ്മളിങ്ങനെ നേർക്കുനേരം ഒന്ന് സംസാരിച്ചിട്ട്. അപ്പൊ എന്തായാലും ഞാൻ വിചാരിച്ചു ചെറിയൊരു ഹോം റെമഡി ആയിട്ട് നമ്മളെ മുന്നിൽ വരാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ എന്താ വെച്ചാല് നമ്മളെ മുഖക്കുരൊക്കെ മാറിക്കഴിഞ്ഞാൽ കറുത്ത പാടുകളൊക്കെ ഉണ്ടാവുമല്ലേ നമ്മളെ മുഖത്ത് പറഞ്ഞാൽ എന്റെ മുഖത്ത് നല്ല രീതിയിൽ തന്നെ മുഖക്കുരും വരും, കറുത്ത പാടുകളും ആകട്ടോ. അപ്പൊ ഞാൻ ചെയ്യണ ഒരു ടിപ്പാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. കെമിക്കലും കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. മുഖക്കുരൊക്കെ ഉള്ള കുറച്ച് എണ്ണ ഒക്കെ ഉള്ള സംഭവങ്ങൾ ഉണ്ടല്ലോ, കരിച്ചതും വെച്ചതായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കുറച്ചുകൊണ്ട് ഒഴിവാക്കുക. പിന്നെ എന്റെ മുഖത്ത് ഇപ്പൊ നല്ല രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളെ വീട്ടിലൊരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും അടിച്ച് കയറ്റേണ്ടിരുന്ന പരിപാടി കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ കൂടുതലായിട്ട് കുരുകൾ ഉണ്ടായത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കലകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്നിരുന്ന സംഭവമാണ്. ഇപ്പോഴും ഉണ്ട് കേട്ടോ, കുറേശ്ശൊക്കെ ഉണ്ട്. എന്നാലും ഇതൊന്നും അല്ലായിരുന്നു, നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. കുരുക്കൾ പോയ പാടുകളൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് നിങ്ങൾക്ക് പറഞ്ഞു തരാനിട്ട് വല്ലാത്തൊരു ഒരു മനപ്രയാസം. ഇത് വേഗം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടേ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ രണ്ട് സാധനം മാത്രം മതിട്ട് നമുക്കിത് മാറാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്നാ നേരം പോവാം. അപ്പോൾ അതിനായിട്ട് വേണ്ടിയിട്ട് ഞാൻ ഇതാക്കുന്നുണ്ട്, ഒരു രക്തചന്ദനത്തിന്റെ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. രക്തചന്ദനത്തിന്റെ കഷ്ണാണിത്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിയായിട്ട് ഉപയോഗിക്കാം. പക്ഷെ പൊടിയിലേറെ കുറച്ചുകൂടി നല്ലത് ഈ കഷ്ണം ഒന്നുകൊണ്ട് അരയ്ക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാക്കണം, ഞാൻ ഇത്തിരി വെള്ളം ഒന്നെടുത്തിട്ട് ഇത് ഇങ്ങനെ ഒന്ന് അരച്ചിട്ട് എടുക്കുകയാണ്. അപ്പൊ അതാട്ടോ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ രക്തചന്ദനത്തിന്റെ കഷ്ണം നമുക്ക് അങ്ങാടി കടയിൽ നിന്നൊക്കെ കിട്ടും കേട്ടോ. അപ്പൊ ഇതുണ്ടോ, നല്ല രീതിയിൽ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി എന്ത് ചെയ്യാ, നമുക്ക് അതിലേക്ക് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള തേന് കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉണ്ടല്ലോ, ഇനി ഇത് നമ്മളെ മുഖത്ത് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മുഖത്ത് ഇട്ട് കൊടുക്കാം. ഇത് നമ്മളെ കുരുള്ള പാടുള്ള ഭാഗത്ത് മാത്രം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതിപ്പോ എനിക്ക് മുഖത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ എല്ലാ ഭാഗത്തും കൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം. ഉണ്ടോ? അപ്പോൾ അതുപോലെ കുരുവൊക്കെ ഉള്ളവര് അല്ലെങ്കിൽ കറുത്ത പാടൊക്കെ ഉള്ളവര് ഒന്ന് ചെയ്ത് നോക്കോണ്ട് കേട്ടോ. കുരു വന്ന പാടുകൾ അല്ലെങ്കിൽ മുറിപ്പാടുകളൊക്കെ, മുഖത്തുള്ള ചെറുതായിട്ടുള്ള മുറിപ്പാടുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇത് തേച്ച് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ തേന് നല്ലതാട്ടോ നമ്മളെ മുഖത്തിന്. തേന് നല്ലതാണല്ലോ നമ്മുടെ മുഖത്തിന്. അപ്പൊ തേനായാലും രക്തചന്ദനായാലും ഒരു കേടുമില്ലാത്ത സംഭവങ്ങളാണ്. നമ്മള് കുരു കറുത്ത പാട് പോവാന്ന് പറഞ്ഞിട്ട് കണ്ണി കണ്ട ക്രീമുകളൊന്നും തേക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് തേച്ച് ഒരു 15 ദിവസം തേച്ചാൽ തന്നെ, 2 ആഴ്ച, ഒരു 15 ദിവസം തന്നെ തേച്ചാൽ തന്നെ നമ്മളെ മുഖത്തുള്ള ഈ പ്രശ്നങ്ങളൊക്കെ പോകൂട്ടോ. പിന്നെ അത് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. പാനലിൽ ഒഴിച്ചിട്ട് നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് വെച്ചിട്ട് യാതൊരു കുഴപ്പമില്ല. നല്ല അടപ്പ് മുറുക്കുള്ള ഒരു പാത്രത്തിൽ അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒന്നിച്ചരച്ച് വെച്ചിട്ട് കുറേശ്ശെ തേച്ചെടുത്താൽ മതി എല്ലാ ദിവസവും. എന്നാൽ പിന്നെ എല്ലാ ദിവസത്തിനും ഒരുങ്ങണ്ട. അപ്പോൾ കൂട്ടുകാരെ, മോക്കുരും പാടൊക്കെ ഉള്ളല്ലോ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കൊള്ളിട്ടോ, നല്ല മാറ്റം ഉണ്ടാവും. പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.